ശാന്തി. എത്ര നാരീസ്തു പൂജ്യന്തേ തത്ര രമന്തേ ദേവത എന്നാണല്ലോ പാടിയിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും ഈ മഹിളാ ദിനത്തിൽ പുരുഷന്മാരായ ഓരോരുത്തർക്കും ഒരു റീതിങ്കിങ്ങിനുള്ള അവസരമാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി ദേവിയുടെ മുന്നിൽ അമ്മയെ ദേവി ശരണമെന്ന് കുമ്പിടുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന നമ്മൾ സ്വന്തം വീട്ടിൽ വന്നിട്ട് സ്വന്തം അമ്മയോട്, അമ്മായിയമ്മയോട്, ഭാര്യയോട് നമ്മൾ എങ്ങനെ പെരുമാറാറുള്ളത്, എന്താ വിളിക്കാറുള്ളത്? അതുകൊണ്ട് ഈ മഹിളാ ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ഉള്ളിൽ ഒരു പരിവർത്തനത്തിനുള്ള സ്റ്റെപ്പ് വയ്ക്കാം. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളോട് പെരുമാറുന്ന നമ്മുടെ ശൈലി, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇത് പുരുഷന്മാർ സ്ത്രീകളോടെന്നുള്ളത് മാത്രമല്ല, സ്ത്രീകൾക്കും തിരിച്ചും വേണം പുരുഷന്മാർക്ക് നൽകേണ്ട ബഹുമാനവും ആദരവും നൽകണം. അപ്പം നമുക്ക് അമ്മേ ദേവി ശരണമെന്ന് ക്ഷേത്രത്തിൽ പോയി പാടാൻ കഴിയുമെങ്കിൽ, വിളിക്കാൻ കഴിയുമെങ്കിൽ, അവിടെ ദേവിയുടെ രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ അത് മൂർത്തിയുടെ മുന്നിലാണ്, വിഗ്രഹത്തിന് മുന്നിലാണ്. പക്ഷെ സ്വന്തം വീട്ടിൽ ചൈതന്യത്തിലിരിക്കുന്നുണ്ടൊരു ദേവി. അത് അമ്മയുടെ രൂപത്തിലൊരു ദേവി, ഭാര്യയുടെ രൂപത്തിലൊരു ദേവി, മകളുടെ രൂപത്തിൽ, അല്ലെ മരുമകളുടെ രൂപത്തിൽ. അപ്പൊ അവരോട് ചൈതന്യത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്തുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, ഇതെത്രത്തോളം നമ്മൾ ശ്രേഷ്ഠമാക്കുന്നോ ആ കുടുംബത്തിലാണ് ദൈവത്തിൻ്റെ, ദേവതകളുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് മാത്രം എന്നുള്ളതല്ല, പരസ്പരം സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീയെയും പരസ്പരം നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ എവിടെയാണോ ആ കുടുംബാന്തരീക്ഷത്തിൽ തീർച്ചയായും ഈശ്വര സാന്നിധ്യം ഉണ്ടാകും. അർത്ഥം എന്താണ്? അവിടുത്തെ എല്ലാ ആക്ടിവിറ്റികളും ദൈവികമായി മാറും, പെരുമാറ്റവും സംസാരവും എല്ലാം. അതുകൊണ്ട് ഈ മഹിളാ ദിനത്തിൽ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു സങ്കല്പം എടുക്കാം. ഈവൻ ഒരു കുടുംബത്തിൽ നിങ്ങൾ പുരുഷന്മാർ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ജോലിയില്ല എങ്കിൽ പോലും ആരെങ്കിലും ചോദിക്കുമ്പോൾ ഭാര്യയ്ക്ക് എന്താ ജോലി, അവർക്കൊരു പണിയില്ല എന്നൊരിക്കലും പറയരുത്. എൻ്റെ ഭാര്യ ഹോം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞു പഠിക്കും. ആണല്ലോ, ആ വീടിൻ്റെ മിനിസ്റ്റർ അല്ലേ, ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യല്ലേ. നിങ്ങൾ 8 മണിക്കൂർ പോയി ജോലി ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി മാത്രമാണ് ഏറ്റെടുത്ത് ചെയ്യണേ. പക്ഷെ വീട്ടിലിരിക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഭാര്യ, അവർക്ക് എന്തെല്ലാം ജോലികൾ ചെയ്യണം. നിങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ 8 മണിക്കാണ് പോകേണ്ടതെങ്കിൽ അവർക്ക് 5 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. അപ്പം നമുക്ക് മുമ്പേ ഉണർന്ന് എഴുന്നേറ്റ് നമ്മൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ 8 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ വീണ്ടും അവർക്ക് 1 മണിക്കൂർ ലേറ്റായിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലേ? 1 രൂപ പോലും സാലറി ഇല്ലാതെ നമ്മളെക്കാൾ കൂടുതൽ മണിക്കൂർ, നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ അവർ 12 മണിക്കൂർ മിനിമം വർക്ക് ചെയ്യുന്നുണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് കൈകാര്യം ചെയ്യണം. ഒരു ഹോം മിനിസ്റ്റർ മാത്രമല്ലല്ലോ, ആ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, കുക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, പൈസയുടെ മാനേജ്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. വീട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോവുക, റിലേഷൻഷിപ്പ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. എല്ലാവരെയും നോക്കണം, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം, വീടിൻ്റെ കാര്യം നോക്കണം, പറമ്പ് നോക്കണം, കൃഷി ഉണ്ടെങ്കിൽ അത് നോക്കണം, ജോലിക്ക് ആൾക്കാർ വന്ന് അവരെ നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, അവരുടെ പഠിപ്പ് നോക്കണം, അവർ ടീച്ചറുമാണ്, അല്ല എന്തെല്ലാം ജോലികളാണ് അവർ അറ്റ് എ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെക്കാളും ജോലി ചെയ്യുന്നത് ആരാണ്? വീട്ടിലിരിക്കുന്നവരാ, പുറത്തു പോയി സമ്പാദിക്കുന്നവരെക്കാളും. അതുപോലെ പുറത്തു പോയി സമ്പാദിച്ച് കൊണ്ടുവരുന്ന പുരുഷന്മാരെ പ്രതി വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഈ കൺസേൺ ഉണ്ടാകണം. വെയിലത്തും മഴയത്തും പോയി പുറത്തു പോയി ആരുടെയെല്ലാം വയലിൽ നിന്നെല്ലാം എന്തെല്ലാം കേട്ടിട്ടാണ് ഇവർക്ക് അധ്വാനിക്കേണ്ടി വരുന്നത്. അപ്പോൾ പരസ്പരം ഒരു സ്നേഹവും ബഹുമാനവും നമുക്കുണ്ടാകും. അതിനാൽ ഈ വർഷത്തെ മഹിളാ ദിനം നമുക്ക് പുരുഷന്മാർക്ക് അമ്മമാരെ പ്രതിയുള്ള കാഴ്ചപ്പാട്, അമ്മമാർക്ക് പുരുഷന്മാരെ പ്രതിയുള്ള കാഴ്ചപ്പാട്, രണ്ടും സ്നേഹവും ആദരവും കലർന്നതാകട്ടെ. ശാന്തി.